ചിക്കൻ റോസ്റ്റിന് വേണ്ടി ഞാൻ കുറച്ച് കൊച്ചുള്ളി എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 2 സവാള അരിഞ്ഞിട്ടുണ്ട്, കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ ഗാർലിക് എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ 1 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, പിന്നെ 1/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. മുളകിന് വേണ്ടി ഞാൻ വറ്റൽമുളക് 15 വറ്റൽമുളക് നല്ല തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് ചൂടാക്കി 2 മണിക്കൂർ വെച്ച് കുതിർത്തതാണ്. ഇത് നമുക്ക് മിക്സിക്കകത്തൊന്ന് അരച്ചെടുക്കണം. ഞാൻ 15 ചരടം മുളകാണ് എടുത്തിരിക്കുന്നത്. ഒരു പാത്രം അടുപ്പിൽ വെച്ച് അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ അല്പം വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോല ഇവയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം ഞാൻ തേങ്ങാക്കൊത്തും കൂടി ഇടുകയാണ്. ഇത് വരണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് മുളക് അരച്ചെടുക്കാം. അതൊന്ന് ക്രഷ് ചെയ്തിട്ട് അതിനകത്തിലേക്ക് അല്പം വെള്ളവും കൂടെ ചേർത്ത് വേണം അരയ്ക്കാൻ. ഇത് നല്ലപോലെ വരണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അല്പം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 3/4 സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ചില്ലിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ അല്പം വെള്ളവും കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇതിനെ നല്ലപോലെ ഇതിനകത്തിലിട്ടൊന്ന് വരട്ടിയെടുക്കാം. അതിൻ്റെ പച്ച ചൊവയൊന്ന് മാറുന്ന വരെ നമുക്ക് ഇതിനകത്തിലിട്ട് ഒന്ന് വരട്ടിയെടുക്കാം. ഇതിൻ്റെ പച്ച ചൊവ മാറി നല്ല ഇതാകുന്ന വരെ നമുക്കൊന്ന് വരട്ടിയെടുക്കണം. ഇതിന് ചെറുതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഈ സമയത്ത്. ഇത് നല്ലപോലെ ചൂടായി ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തക്കാളിക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം.
വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തിലേക്ക് ഒരു ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇത് നമുക്കിനി അടച്ച് വെച്ച് വേവിക്കാം. ആവശ്യമുണ്ടെങ്കിൽ അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇടയ്ക്ക് ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോൾ നല്ലപോലെ ആയിട്ടുണ്ട്. അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലപോലെ വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നിർത്താം. ഇതിലേക്ക് ഞാൻ അല്പം മല്ലിയില അരിഞ്ഞിടുകയാണ്. ഇനിയും വരട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ വരട്ടിയെടുക്കാം. ഞാനെന്തായാലും ഈ പരുവത്തിൽ നിർത്തുകയാണ്. എൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ചിക്കൻ റോസ്റ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.